കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 2 പേർ കൂടി പിടിയിൽ. നേരത്തെ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച കൊണ്ടോട്ടി സ്വദേശികളായ 2 പേരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ദിവസങ്ങൾ പിന്നിട്ടിട്ടും അനൂസ് റോഷനെ കണ്ടെത്താഞ്ഞതിൽ ആശങ്കയുണ്ട് എന്ന് മാതാപിതാക്കൾ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. എന്നെ പിടിച്ച് പുറത്തേക്കിട്ട് വലിച്ച സമയത്താണ് മോൻ ഇറങ്ങി വരുന്നത്. അങ്ങനെ അവനെ ആ ഈ കവകവൻ്റെ ഇടയിൽ ആ കളീൻ്റെ ഇടയിൽ മോനെ അവർ പിടിച്ച് വണ്ടിയിലിട്ട് കൊണ്ടുപോയതാണ് സംഭവിച്ചത്. ഈ സംഭവം നടന്ന് 15 മിനിറ്റ് സമയമായപ്പം തന്നെ താമരശ്ശേരി DYSP സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അന്ന് മുതൽ സാർ അതിൻ്റെ പുറകെ തന്നെയാണ്. SP സാറും IG എല്ലാവരും ഇതിൽ ബന്ധപ്പെടുന്നുണ്ട്. പോലീസിൻ്റെ പ്രസിദ്ധീഷ്ടമായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഞങ്ങളെ മകൻ പോയിട്ട് 5 ദിവസമായി എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഉത്കണ്ഠയുണ്ട്, ആശങ്കയുണ്ട്. CP അഖില വിശദവിവരങ്ങളുമായി ചേരുന്നു. അഖില, ഗുഡ് മോർണിംഗ്. ഈ നേരത്തെ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച 2 പേരെയാണല്ലോ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് വിട്ടയച്ച ശേഷം വീണ്ടും ഇവരെ കസ്റ്റഡിയിൽ എടുക്കാനുണ്ടായ കാരണങ്ങൾ? പോലീസ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്? മോദി അനൂസ് റോഷനെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് അന്ന് 2 വാഹനങ്ങളാണ് അനൂസ് റോഷന്റെ വീട്ടിലേക്ക് എത്തുന്നത്. ഒരു കാറും ഒരു ബൈക്കിലും. ഈ കൊട്ടേഷൻ സംഘം ഈ 2 വാഹനങ്ങളിലായിട്ടാണ് എത്തിയത്. അപ്പോൾ ഈ ബൈക്കിൽ വന്ന കൊട്ടേഷൻ സംഘം ഈ കാറിനെ പിന്തുടർന്ന് പോയിരുന്നു. അപ്പോൾ ഈ ബൈക്ക് മുഹമ്മദ് റിസ്വാന്റെയാണ്. ആ മുഹമ്മദ് റിസ്വാനെയും അനസിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ അനൂസ് റോഷനെ ആദ്യ സമയത്ത് തട്ടിക്കൊണ്ടുപോയ ആദ്യ സമയങ്ങളിൽ തന്നെ ഇവരെ എടുത്ത് ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം. എന്തായാലും ഇപ്പോൾ ഈ യഥാർത്ഥ പ്രതികൾ കർണാടകയിലാണ് എന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. മൈസൂരും ഷിമോഗയുമായി കേരള പോലീസ് അന്വേഷണം നടത്തുകയാണ്. അതിനിടയിലാണ് ഇവരെ 2 പേരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 2 പേരും കൊടുവള്ളി സ്വദേശികൾ തന്നെയാണ്. അപ്പോൾ ഇവരിലൂടെ യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. മാത്രമല്ല ഇന്നലെ 2 ഈ കൂടുതൽ പ്രതികളുടെ ഫോട്ടോയും പോലീസ് പുറത്തുവിട്ടിരുന്നു. അവർക്ക് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു പോലീസ്. അപ്പോൾ ഈ അനൂസിനെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. 5 ദിവസത്തിലധികം പിന്നിടുന്നു. അപ്പോൾ അതിന്റെ ആശങ്കയും മാതാപിതാക്കൾ പങ്കുവെക്കുന്നുണ്ട്. ഈ നാട്ടുകാരുടെ നേതൃത്വത്തിലും പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാത്തതും ഇവരെ കണ്ടെത്താത്തതുമായി ബന്ധപ്പെട്ട നാട്ടുകാരുടെ നേതൃത്വത്തിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. എന്തായാലും പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതോടെ അറസ്റ്റ് ചെയ്തവരുടെ എണ്ണം 3 ആയിട്ടുണ്ട്. ശരി, അഖിലയാണ് വിശദാംശങ്ങൾ നൽകിയത്.